സോഷ്യൽ മീഡിയനകത്ത് കിടന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മേയർ ആര്യ രാജേന്ദ്രനും അതേപോലെ തന്നെ KSRTC ഡ്രൈവറായിട്ടുള്ള വിഷയം. അപ്പോൾ ഈ ഒരു വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഒരു KSRTC ഡ്രൈവർ യദു എന്ന് പറഞ്ഞ പുള്ളി അപ്പോൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, പുള്ളിക്കാരൻ്റെ റൂട്ടിനകത്ത് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ MLA എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മേയറുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഈ മേയറുടെ ഹസ്ബൻഡും അതേപോലെ മേയറും കൂടെ വേറൊരു വണ്ടീനകത്ത്, അപ്പോൾ ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഈ മേയറുടെ വണ്ടീനകത്തല്ല വരുന്നത്, ഇവരെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഇവരുടെ തന്നെ വണ്ടീനകത്താണ് വരുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു KSRTC ബസ്സിനെ റോങ് സൈഡിൽ കൂടെ ഇവർ ഓവർടേക്ക് ചെയ്യണാണ്. അപ്പോൾ ഈ റോങ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു യദു എന്ന് പറഞ്ഞ ഈ ഒരു KSRTC ഡ്രൈവർ പുള്ളിക്കാരനും അപ്പം നല്ല രീതിക്ക് സ്പീഡിലെടുത്ത് ഓവർടേക്ക് ചെയ്യാൻ നോക്കി ഇവരെ. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മേയർക്ക് ഇവിടെ ഈഗോ ഹെർട്ടായിട്ട് ഇവരെന്ത് ചെയ്ത് ഇവരങ്ങോട്ട് ഇറങ്ങിയാണ്ട് ബസ്സിൽ നിന്ന് അങ്ങ് ഇറങ്ങി ബസ്സിന് അങ്ങ് വട്ടം വെച്ചാൽ ആദ്യം തന്നെ കാറങ്ങ് ബസ്സിന് വട്ടം വെച്ചിട്ട് ഇവരിറങ്ങിയിട്ട് ആ ഒരു ബസ്സുകാരനെ ഭയങ്കര രീതിക്കുള്ള ചീത്തവിളിയും കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഇപ്പം എങ്ങനെ ഇരിക്കണം, അവർ ആദ്യം അങ്ങോട്ട് ഒച്ചപ്പാടെടുത്ത് ചെന്നപ്പോൾ തന്നെ ഈ നമ്മുടെ ഡ്രൈവർ ഇവരോട് അങ്ങോട്ട് പറഞ്ഞ്, അതായത് നിങ്ങൾ ആദ്യം തരാനുള്ള ശമ്പളം തന്നു തീർക്കുക, എന്നിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പം തന്നെ മേയറുടെ വായ ഒന്ന് ചെറുതായിട്ട് അടഞ്ഞുപോയി. അപ്പോൾ പിന്നെ അവരങ്ങോട്ട് നേരെ ട്രാക്ക് മാറ്റി, അതായത് നിങ്ങളൊരു ഒരു വൃത്തിയായിട്ടൊരു ആംഗ്യം കാണിച്ചു എന്നുള്ള രീതിക്കാക്കി പിന്നെ ആ ഒരു സംസാരം. അപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ അവിടെ ചൂടായിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എന്ത് ആംഗ്യം കാണിച്ചു എന്നാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് പുള്ളിക്കാർ ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി മേയറാന്നൊന്നും നോക്കാണ്ട് തന്നെ പുള്ളി ഇവിടെ ഡയറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ മേയറാണെങ്കിലും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ പുള്ളി അവിടെ എത്ര രീതിക്ക് വാദിച്ചു നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവം ലാസ്റ്റ് വന്നിട്ട് കേസായി കഴിഞ്ഞപ്പോൾ ഈ കേസ് നേരെ അവസാനം ഈ ഒരു ബസ് അടക്കം നേരെ പോലീസ് സ്റ്റേഷനകത്തേക്ക് പോയിട്ട് ഈ ഡ്രൈവർക്കെതിരെ കേസ് എടുത്തു. പക്ഷെ ഡ്രൈവർ അത് കഴിഞ്ഞിട്ട് ഈ മേയർക്കെതിരെ തിരിച്ചൊരു കേസ് കൊടുത്തപ്പോഴത്തേക്ക് ആ കേസ് എടുക്കാനുള്ള കാര്യം അതങ്ങനെയുള്ള കാര്യം, മേയറിനെ പോലെ അത്യാവശ്യം പവർ ഉള്ളവരൊക്കെ വന്നാൽ അവരുടെ കേസല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഡ്രൈവറുടെ കേസൊക്കെ ആർക്ക് വേണം? ഡ്രൈവറിനെയൊക്കെ മേയറുടെ കേസ് വരുമ്പോഴത്തേക്കും ഡ്രൈവറുടെ കേസൊക്കെ നമ്മളങ്ങ് സൈഡാക്കും. അതൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ പിന്നെ ഈ ഒരു സംഭവമൊക്കെ നടന്ന സമയം നമ്മുടെ ഈ ഒരു ബസ്സിനകത്ത് തന്നെ ഒരു ക്യാമറയുണ്ട് ബസ്സിനകത്ത്. അപ്പോൾ ആ ഒരു ക്യാമറയിനകത്ത് ഈ ഒരു ഫുട്ടേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സംഭവത്തിനെ പറ്റി കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടോ. നമ്മളെ DVRന്റെ റെക്കോർഡിംഗ് ഉള്ള കാർഡ് കാണുന്നില്ല, അതിനകത്ത് കാണുന്നില്ല, മെമ്മറി കാർഡ് കാണുന്നില്ല. പരിശോധിക്കുന്ന വിഫലമല്ലേ സാർ? അതെ, അത് മെമ്മറി കാർഡ് കാണുന്നില്ല. അതിനകത്ത് ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ് ഈ പർട്ടിക്കുലർ. അതെ, അത് അത് കേടല്ല, കാണുന്നില്ല, അതിനകത്ത് കാണുന്നില്ല. അല്ല, ആ ഡിവൈസ് നോക്കാൻ വേണ്ടി അതിനകത്ത് മെമ്മറി കാർഡില്ല. ഒരു സഞ്ചാരത്തിൽ അസ്വാഭാവികത അല്ലല്ല, ബാക്കി അന്വേഷണത്തിന് DVR കിട്ടിയിട്ടില്ല. നമ്മൾ ഇതിലൂടെ ശരിക്കും പരിശോധിക്കുന്നത് ഈ സഞ്ചാരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ, ഓവർടേക്ക് ചെയ്യുന്ന പ്രശ്നമുണ്ടോ, അങ്ങനെയല്ലേ നമ്മൾ നോക്കുന്നത്? അല്ല, അത് ആ ക്യാമറയുടെ പൊസിഷൻസ് നോക്കിയിട്ട് ഏതെല്ലാം വിഷ്വൽസ് കിട്ടും എന്നുള്ളതാണ്. ഡ്രൈവർ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗികാധിക്യം കാണിച്ചോ ഈ ക്യാമറയിലൂടെ കാണാൻ കഴിയില്ലല്ലോ. അല്ല, അത് പരിശോധിച്ചാലല്ല പറയാൻ പറ്റും. ഇപ്പം അതിനകത്ത് കാണേണ്ടതായിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ഡിവൈസ് അത് കാണുന്നില്ല, ആ പർട്ടിക്കുലർ കാർഡ് കാണുന്നില്ല. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. ഓപ്പോസിറ്റ് മേയറൊക്കെ ആകുമ്പോഴത്തേക്ക് SD കാർഡൊക്കെ അന്ന് കാണാണ്ട് പോയിന്നൊക്കെ വരും. അതൊക്കെ അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയാണ്. ഓപ്പോസിറ്റ് പവർ ഉള്ള ഒരാൾ വരുമ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും, അതായത് അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി ഇപ്പം നമ്മുടെ ആരുടെ ഭാഗത്താണോ ന്യായം, അയാൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു എവിഡൻസ് അവിടെ ഉണ്ടാവില്ല. അതൊക്കെ തന്നെ കാണാണ്ട് പോകും. ഇപ്പം ഇവിടെ ഈ പോലീസുകാരൻ പറയുന്നത് അത് കാണാണ്ട് പോയി എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം എന്തായാലും അത് കാണാണ്ട് പോയി എന്ന് തന്നെ നമുക്കും വിശ്വസിച്ചിട്ട് ഇരിക്കാം. അപ്പം ഇനി ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇപ്പം ഈ നമ്മുടെ
മേയർക്കെതിരെ ഇങ്ങനെ ഒരു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പിന്നെ അതിന്റെ വാദങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞത്. അപ്പൊ ഈ ഒരു സംഭവത്തിനെ ന്യായീകരിക്കുന്ന രീതിക്ക് ഒരു നടി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടേ. അതായത് പുള്ളിക്കാരിനെ കുറച്ച് ആൾ മുന്നേ ഇതേപോലെ തന്നെ ഈ ഒരു സെയിം ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായി. അതായത് ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കും ഇങ്ങേര് ഓവർടേക്ക് ചെയ്യാൻ നോക്കിയിട്ട് ലാസ്റ്റ് ഞങ്ങളും ഓവർടേക്ക് ചെയ്യാൻ നോക്കി ലാസ്റ്റ് ഇങ്ങേര് ഇറങ്ങി വന്നിട്ട് കുറെ മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ള രീതിക്ക് ഒരു നടി വന്നിട്ട് കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ നടിയുടെ പേര് ഞാൻ ഇവിടെ പറയാനുള്ള കാര്യം അവർക്ക് ഇതുവഴി ഞാൻ ഒരു പ്രൊമോഷൻ കൊടുക്കാനുള്ള എനിക്കത് കണ്ടിട്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ ഈ ഒരു സംഭവം കത്തിയിരിക്കണേണ്. അപ്പൊ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കയറി ഫേമസ് ആവും. അപ്പൊ അല്ലാണ്ട് ഇവര് ഒരു സാധനം പറയുമ്പോഴത്തേക്കും വെറുതെ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കണതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. കാര്യം ഒരു തെളിവ് വെച്ചിട്ട് പറഞ്ഞാണെങ്കിൽ പിന്നെയും കാര്യമുണ്ട്. ഇതെന്തെന്ന് ഇവർ വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് എഴുതിയിട്ടിട്ട് അങ്ങ് പോയി. അപ്പൊ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ ഡ്രൈവർ ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ പുള്ളിക്കാരി നടി വന്നിട്ട് എഴുതിയതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് കണ്ടു. ഇത് താങ്കളിൽ നിന്നൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ കുന്നംകുളത്തിനടുത്തെത്തിയപ്പോൾ ഒരു KSRTC ബസ് പിന്നാലെ വന്ന് തുടരെ ഹോൺ അടിച്ചു. ഇവർക്ക് സൈഡ് കൊടുക്കാൻ ആ സമയം സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഓവർടേക്ക് പോയി. വലിയ സ്പീഡിലായിരുന്നു പോയത്. താങ്കൾ അവരെ പൊതുസ്ഥലത്ത് നടു റോഡിൽ ബസ് നിർത്തിയിട്ട് തിരികെ വന്ന് അവരെ അസഭ്യം പറഞ്ഞു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഞാൻ തൃശ്ശൂർ വണ്ടിയാണ് ഓടുന്നത്. കുന്നംകുളം വരെ പോകില്ല തൃശ്ശൂർ വണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണോ? അത് എനിക്കറിയത്തില്ല. ഇവരായി പോസ്റ്റ് ചെയ്തായി ഇപ്പൊ യൂണിയന്റെ ഇതിലൊക്കെ വന്ന് നമ്മുടെ യൂണിയന്റെ തൊഴിലാളികളെ ഇതിലും വന്നിട്ടുണ്ട്. പക്ഷെ ഇവരെ ഫോട്ടോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അവർ ഇത്രയും ദിവസം എന്താണ് പരാതിയും കൊണ്ട് വരാത്തത്? ഈ സമയത്ത് ഞാൻ ഇന്ന് കേസ് ഫയൽ ചെയ്യാൻ പോകണമെന്ന് മൊത്തത്തിൽ വാർത്ത കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് തന്നെ വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഈ മെമ്മറി കാർഡ് കാണാതെ പോയില്ലേ പെട്ടെന്ന്, അതേപോലെ പുതിയ എന്തെങ്കിലും ആയിരിക്കും. ഇത് പല ആൾക്കാരും ഇനി വരും. സരിത വരും, ഇനി പല ആൾക്കാരും വരും ഇതേപോലെ. എനിക്ക് പ്രതീക്ഷയുണ്ട് മാഡം. ശരി, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ആരോപണം അത് തെറ്റാണെന്നാണോ ഇത് പറയുന്നത്? അല്ല, ഞാൻ പറയുന്ന മാഡം ആദ്യം കേൾക്കണം. ജനങ്ങൾ എന്റെ കൂടെയാണ്, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. പലതും വരും. എനിക്ക് കൊന്നുകളയെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നടി പറഞ്ഞതിന് ഒറ്റയടിക്ക് പുള്ളിക്കാരൻ അങ്ങ് നിഷ്പ്രഭമാക്കിയിട്ടുണ്ട് ആ ഒരു സംഭവത്തിന്. തൃശ്ശൂർ വണ്ടി എങ്ങനെയാണ് കുന്നംകുളം എത്തണേന്ന് ആദ്യം തന്നെ ഈ നടി വന്നിട്ട് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഈ ഒരു സംഭവത്തിന് അത് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിലിംഗ് കിട്ടിയേനെ. എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവറിനോടാണ്. കാര്യം നിങ്ങൾ ഒരു കേസ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കി കൊടുക്കണം. അതായത് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണ്, നിങ്ങളെക്കാളും പവറുള്ള ഒരാളാണോ, മേയറാണോ, MLA ആണോ, മന്ത്രിയാണോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു കേസ് കൊടുക്കാൻ. നിങ്ങൾ ആ കേസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അയാൾ അപ്പുറത്ത് നിൽക്കുന്ന ആള് ഓപ്പോസിറ്റ് നിൽക്കുന്ന പവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇത്രയും ഇതൊക്കെ വരും. അപ്പൊ നിങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എത്ര സ്ട്രോങ് ആണെങ്കിൽ, അതായത് നിങ്ങളെക്കാൾ സ്ട്രോങ് ആണ് അപ്പുറത്ത് നിൽക്കുന്ന ആളെങ്കിൽ നിങ്ങൾ ഇപ്പൊ പഞ്ചപുച്ഛം അടക്കിയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം. അവരുടെ ഭാഗത്തുനിന്ന് ചവിട്ടും കുത്തും തൊഴിയും എന്തൊക്കെ കിട്ടിയാലും നമ്മൾ മിണ്ടാണ്ടിരിക്കണം. കാര്യം ഇവിടെ അങ്ങനെയാണ്, ഇവിടെ അതേ നടക്കുകയുള്ളൂ. അപ്പൊ എനിക്ക് അത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോ താഴെ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. എല്ലാവർക്കും അടുത്ത വീഡിയോ കണ്ടായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.